കാറ്റിൽ പാറിപ്പറക്കുന്ന അപ്പൂപ്പൻ താടി പോലെ മനസ്സിനെ വിലോലമാക്കുന്ന പ്രണയ സംഗീതാനുഭവം പകർന്നു തരുന്ന ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 2 ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 2 വിന്നറിന് ലഭിക്കുന്നു ട്രാവൻകൂർ ബിൽഡേഴ്സ് നൽകുന്ന 1 കോടി രൂപയുടെ സമ്മാനം. അതിനു പുറമെ സംവിധായകൻ സിദ്ദിഖിന്റെ ബോളിവുഡ് ചിത്രത്തിൽ പിന്നണി പാടാൻ ഒരു അവസരവും. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മനോഹരമായ പ്രണയവരികൾ ഇതാകാം. പ്രണയിനികളുടെ മനസ്സറിഞ്ഞ് ONV എഴുതിയ വരികൾ. വളരെ കാലം പിരിഞ്ഞിരുന്ന ONV ദേവരാജൻ കൂട്ടുകെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച ഗാനമായിരുന്നു ഇത്. നീ എത്ര ധന്യ എന്ന ചിത്രത്തിനു വേണ്ടി ഡോക്ടർ KJ യേശുദാസ് ആലപിച്ച ഈ മനോഹര ഗാനവുമായി വേദിയിലെത്തുന്നു ഭരത്. ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃദന്തികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ട് വിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാരുടെയോ മുടിച്ചാത്തിലൻ
മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെങ്കിൽ ചിറകടിക്കേ ഗീതികളെന്നിൽ ചിറകടിക്കേ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. ശരത് സാർ, പിന്നെന്താണ് മുണ്ടിൽ തന്നെ പിടിച്ചേക്കുന്നത്? അഴിയോ? ഇല്ല, ചെറിയൊരു പേടിയുണ്ട്. മുണ്ടഴിയെന്നോ? അഴിഞ്ഞാലും കുഴപ്പമില്ല മോനെ, ഞങ്ങൾ സഹിക്കും. ഞങ്ങൾ എന്തിനു തയ്യാറായിട്ടാണ് ചെന്നൈയിൽ നിന്ന് വന്നേക്കുന്നത്. വിളിച്ചിട്ടിട്ടില്ലേ? എൻ്റെ ദൈവമേ. സൂക്ഷിച്ചു പറയണേ. നമുക്ക് പാട്ടിലേക്ക് വരാല്ലേ മോനെ? ഈ ലാൻഡിങ് നോട്ടൊക്കെ മോനിത് ഇങ്ങനെ കയറിപ്പോകൊണ്ടിരിക്കുന്നത് എന്താണ്? പാടി വന്നപ്പോൾ അതങ്ങനെ കയറിപ്പോയി. അരികിൽ സസ്റ്റൈൻ ഏതായിരുന്നു മോൻ പാടി ആദ്യത്തെ? ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങനെ ആകുമ്പോൾ പിന്നെ അങ്ങ് പന്നലാവും. നമ്മളെപ്പോഴും നമ്മൾ ഈവൻ ചേർന്നെങ്കിൽ പോലും അങ്ങനെ ബെൻഡായി പോകുന്നത് നമ്മൾ അറിയാണ്ടിരിക്കരുത്. നമ്മുടെ അല്ലേ ശബ്ദം അല്ലേ? ഈ ഒരു മാത്ര അത് കുറേയും കൂടെ എന്താ പറയണം മോൻ, അത് കുറച്ചും കൂടെ എന്താണ് പറയുക, അത് കുറച്ചും കൂടെ തട്ടി പാടണം, മനസ്സിൽ തട്ടി, എന്താണ് നെഞ്ചത്ത് തട്ടി, ഇങ്ങനെയല്ല കേട്ടോ, അത് ക്ഷീണമാവും. അത് മോനൊന്ന് പാടുവോ? ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. ഒരു മാത്ര ഒരു മാത്ര ഒരു മാത്ര വെറുതെ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അടുത്ത ആ സംഗതി അടുത്ത് പാടിക്കേ. വെറുതെ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അത് വെറുതെ ചുമ്മാ നമ്മൾ ഇന്നലെ രാത്രി 10 മണിക്ക് കറണ്ട് പോയി, അതൊന്നും ആലോചിക്കുമ്പോൾ ഒരു സീരിയസ്നെസ്സേ ഉള്ളൂ. ചുമ്മാ വിചാരിച്ചു ഞാൻ ഇന്നലെ കറണ്ട് പോയല്ലോ എന്നുള്ള. അങ്ങനല്ല, അതിനൊരു അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് ONV സാറിൻ്റെ ലിറിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സംഗീതമുണ്ട്. അതുപോലെ ഈ അക്ഷരങ്ങൾ ഇപ്പോൾ പോയി എന്നുള്ളത് പോയി എന്നാക്കുന്ന എന്തിനാണ്? ഓം ഹ്രീം എന്നൊക്കെ പറയുന്നതാണ്. അതെന്തിനാണ്? നിനച്ചു പോയി എന്നാക്കുമ്പോൾ അത് വേറെ എന്തോ ആണ്. മോനെ തോന്നിയിട്ടില്ലേ ഇതുവരെ? നമ്മൾ പാടുന്ന അക്ഷരം ആ ശബ്ദം തീരാണ്ട് വായടച്ചാൽ വേറെ ആവും. പോയി അടച്ചോ, പോയി എന്നാക്കുമ്പോൾ വാടക ഇമ്മാവും, അത് അല്ലേ? അമ്മോന്നാവും അത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ വല്ലതും ചക്കരയ്ക്ക് മനസ്സിലാവണുണ്ടോ? ചുമ്മാ ഒന്ന് തല കൊടുക്കാന്ന്. മുണ്ടൊന്നും അഴിയത്തില്ലെന്ന്. അല്ലേ നമ്മൾ മന്ത്രമൊക്കെ ഓം ഹ്രീം, അതാ ഉമ്മ വരേണ്ടത്. പോയിം ആരെങ്കിലും പറയോ? ഓക്കെ, ഇല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അതിനകത്തൊരു അർത്ഥമുണ്ട് കേട്ടോ. ചുമ്മാ വെറും തമാശക്കാണെന്ന് വിചാരിക്കില്ല. ഒരിക്കലും ഞാനിങ്ങനാണ്, എൻ്റെ ജനനം ഇങ്ങനെ ആയിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാ കേട്ടോ. അതുപോലെ രാത്രി മഴ നായിപ്പോ രാത്രിയല്ല, അത് പകലായി, രാത്രി കഴിഞ്ഞു കേട്ടോ. പറഞ്ഞ മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞപ്പോ? രാത്രി മഴ അങ്ങനെ ബെൻഡ് ചെയ്ത് തീർക്കാൻ. അതാണോ ഞാൻ പറഞ്ഞത്? ഒറ്റ അടി ആ നോട്ട്. രാത്രി മഴ മഴ, അത് മഴയാ, മഴയല്ല. രാത്രി അത് തന്നെ അങ്ങോട്ട് പോണ മോനെ. രാത്രി മഴ പാടിക്കേ.
ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞ ശ്രുതിയുടെ കാര്യമാണ്. മോൻ പാടുമ്പോൾ അത് അങ്ങോട്ട് അടുത്ത നോട്ടിലേക്ക് പോകും. രാത്രി മഴ, അതിൻ്റെ ആവശ്യമില്ല. രാത്രി കഴിഞ്ഞാൽ പിന്നെ പകലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാത്രി അവിടാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. പാട് മോനെ, വാ വാ വാ. രാത്രി മഴ. എൻ്റെ അമ്മേ, ഇത്രയ്ക്ക് തുറക്കണ്ട കേട്ടോ. രാത്രി മഴ എന്ന് വേണ്ട മോനെ. ഇച്ചിരി കുറച്ച് ടോൺ അത് തന്നെ മതി. പക്ഷെ വാ തുറക്ക്. രാത്രി മഴ പെയ്തു. രാത്രി മഴ പെയ്തു തോർന്ന നേരം. ഗുഡ്. അതൊക്കെ കൊള്ളാം മോനെ. ഉലഞ്ഞ നേരം. കുളിർ കാറ്റിലീല ചാർത്തുലഞ്ഞ നേരം. കാറ്റിൽ. കുളിർ കാറ്റിലീല ചാർത്തുലഞ്ഞ നേരം. ആ വടി പോലെ പിടിക്കുന്ന നേരം. കുറച്ച് നേരം. എൻ്റെല് അതിൽ നിനച്ചു. അതെങ്ങനെ പാടുന്നു മോനെ? എൻ്റെ ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം. അടുത്തത് ഹൃതന്തികളിൽ പടർന്ന നേരം. വെരി ഗുഡ്. അടുത്തത് അത് കഴിഞ്ഞിട്ട് വാതിലിൻ ചാരേ ചിലച്ച നേരം. ചിലച്ച നേരം. ചിലച്ച നേരം ഒരു മാത്ര. ഗുഡ്. വെറുതെ നിനച്ചു പോയി. ഗുഡ്. പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് ഈ ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നതിന് വളരെ താങ്ക്സ് ഭരത്. നല്ല പാട്ടുകാരനാണ് മോൻ. വാ തുറക്കണം. പിന്നെ പാട്ട് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. സുജാ ചേച്ചി. ആക്ച്വലി യു ഗൈസ് ആർ വെരി ലക്കി. കാരണം ശരത് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ആക്ച്വലി ജഡ്ജിങ് പാനലിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ക്ലാസ് എടുക്കണം എന്ന് ആവശ്യമില്ല. പക്ഷേ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്തിലെ ആ ഒരു കലാകാരന് അത് സഹിക്കാൻ പറ്റുന്നില്ല തെറ്റ് പാടുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ഒരു തമാശ എലിമെന്റ് കലരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഹേർട്ട് ആവാം. പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും ഹേർട്ട് ആയിട്ട് എടുക്കരുത്. ശരത്തിന്റെ ഇത് എത്രത്തോളം മോനെ ഹെൽപ്പ് ചെയ്യുമെന്ന് മോനെ പിന്നെ മനസ്സിലാവും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും പറഞ്ഞു തരില്ല. ആക്ച്വലി അത് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വായ മോൻ പാടുമ്പോൾ മോൻ ഡെഫിനറ്റ്ലി നമ്മൾ വായ തുറക്കണ പോലെ തോന്നുന്നില്ല. പക്ഷെ ഞാൻ കണ്ണടച്ച് കേട്ടിരുന്നപ്പോൾ വലിയ പണ്ട് ഓകാരം ഉണ്ടായിരുന്നു. അത് അധികം ഉണ്ടായിരുന്നില്ല. ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു ചേച്ചി. ശ്രീനി സർ. ഭരത്, എനിക്ക് ആ ചരണങ്ങൾ നന്നായിട്ട് പാടി ഒരുവിധം. സെക്കൻഡ് ചരണം എത്തിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒരുവിധം 90% ഓക്കെ ആയി. അപ്പോൾ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഭരത്തിൻ്റെ അടുത്ത് ആ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മേ ബി ഒരു 70% ഓഫ് എ പൊട്ടൻഷ്യലേ എത്തിയിട്ടുള്ളൂ. 10% എത്തണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. എ ലോങ് ടൈം മീൻസ് അറ്റ്ലീസ്റ്റ് 1 or 2 years of rigorous practice and listening to all these classics over and over again. Okay? Good luck. Thank you, Shrini sir. Bharat. ചേച്ചി, There is improvement, അല്ലേ? താങ്ക് യു ചേച്ചി. നമുക്ക് ഇംപ്രൂവ്ഡ് സ്കോർസ് അറിയാം. ശരത് സർ. ഭരത് പാടിയതിന് എത്ര മാർക്ക് മോൻ പ്രതീക്ഷിക്കുന്നു? സത്യമായിട്ട് പറ. 26 or 20 ആ റേഞ്ചിൽ. ആണോ? 26-25. എന്നെ ഇത്രയും മനസ്സിലാക്കിയ ആളുകൾ വേറെ ആരും കാണത്തില്ല. അപ്പം ഭരത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും കൂടെ മാർക്ക് തരാം. താങ്ക് യു സർ. 26.5 on 30. Thank you, Sharat sir. Suja Chichi. 27 on 30. Shrini sir. 27 again on 30. Thank you, Shrini sir. 90-ൽ 80.5 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടോട്ടൽ ഓവറോൾ പെർഫോമൻസിന് 10-ൽ എത്രയാണെന്ന് നോക്കാം. 8 on 10. That's for your improvement. Okay. അപ്പോൾ your overall score is 88.5 on 100. ഈ മനോഹര തീരത്ത്